വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് പാറുവിൻ്റെ ബർത്ത്ഡേ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ പാറു കുറച്ച് ദിവസം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ബിരിയാണി വേണമെന്ന്. അപ്പം ഞാൻ തലേന്ന് രാത്രി തന്നെ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒന്നും അരിഞ്ഞും പിടിച്ചൊന്നും ചെയ്തിട്ടില്ല. എല്ലാം രാവിലെ എണീറ്റിട്ടാണ് തുടങ്ങുന്നത്. ചിക്കൻ മസാല വരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്കത് ഫ്രിഡ്ജ് വെക്കാം. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ചിക്കൻ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് ഐസൊക്കെ കളഞ്ഞ് മസാലയൊക്കെ പുരട്ടി അത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് ബാക്കിയെല്ലാം ആയി വരുമ്പോഴത്തേക്ക് അതൊന്ന് സെറ്റ് ആവുമല്ലോ. എന്നെ കണ്ടിട്ട് വലിയ ടെൻഷനൊന്നും തോന്നുന്നില്ലെങ്കിൽ എനിക്ക് ഉള്ളിൽ ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ. അപ്പോൾ 6-9 ആവുമ്പോൾ പോവും. ഇപ്പോൾ തന്നെ എന്തോ 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇതെല്ലാം ആവുമോ എന്നൊരു പേടി എനിക്കുണ്ട്. ആ ധൃതിയിലാണ് കേട്ടോ ഞാൻ എണ്ണ എടുത്ത് ഒഴിക്കുന്നതിന് പകരം അതിൻ്റെ കുപ്പിയുടെ അടപ്പൊക്കെ തുറക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് സവാള കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അരിഞ്ഞ് തള്ളി പാത്രത്തിലിട്ട് വഴട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ബിരിയാണിക്ക് ഉള്ള മസാലയാണ് ആദ്യം ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതും ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ നന്നായിട്ട് അവിടെ നിന്നിട്ട് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ നെയ്ച്ചോറ് ആദ്യം ചോറ് വേവിക്കാൻ വെച്ചാൽ ചോറ് ഇതിൻ്റെ മണ്ടയ്ക്ക് ദമ്മിടാമെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ചോറ് വേവിക്കാൻ വേണ്ടി നെയ്യൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചതും കുറച്ച് നമ്മൾ ഗ്രാമ്പൂ പട്ട അങ്ങനത്തെ സാധനങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വാടിയിട്ട് നമുക്ക് അരി കുതിർത്തിട്ട് അത് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞ് റോസ്റ്റ് ചെയ്തൊന്ന് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം നല്ലതായിട്ട് തിളപ്പിച്ച വെള്ളമാണ്, വെട്ടി തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അങ്ങനെ കണക്കാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇത്രയും കുറച്ച് കൂടുതൽ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് അതിന്. അത് വേറെ ഇപ്പുറത്ത് ഞാൻ വേറെ കുഴക്കട്ടെ എന്തോ ഉണ്ടാക്കുന്നുണ്ട്, അതിനുള്ള വെള്ളമാണ് ഈ തിളപ്പിച്ച് വെച്ചേക്കുന്നത്. രാവിലെ ബിരിയാണിയൊക്കെ വെക്കാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇടിയപ്പോ ചപ്പാത്തി എന്തോ ആണ് ഞാൻ പ്ലാൻ ചെയ്തത്. അതൊക്കെ ഞാൻ മാറ്റി. കാരണം ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയിട്ട് എനിക്കിതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ നൈസായിട്ട് കുഴക്കട്ട ഉണ്ടാക്കി എല്ലാവരെയും പറ്റിച്ച്. അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നതുകൊണ്ട് ആരും അങ്ങനെ വലിയ എതിർപ്പുകളൊന്നും പറഞ്ഞില്ല കേട്ടോ. പിന്നെ സംഭവങ്ങളെല്ലാം ഞാൻ അടുത്തടുപ്പിച്ച് സെറ്റ് ചെയ്തങ്ങ് വെക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഓടി നടന്ന് ഇങ്ങനെ ഇറക്കി എടുത്ത് വരുമ്പോഴത്തേക്ക് സമയം അങ്ങ് പോകുമല്ലോ. അപ്പോൾ ഞാൻ ഉള്ളി ഇച്ചിരി വറുത്ത് മാറ്റുകയുണ്ടോ നമുക്ക് ചോറിൻ്റെ മണ്ടയ്ക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി. അത് ഞാൻ പെട്ടെന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും അതൊക്കെ വറുത്തിട്ട് മാറ്റിയിട്ടാണ് കേട്ടോ അതിനകത്തോട്ട് ചിക്കൻ വറക്കാൻ വെക്കുന്നത്. ചിക്കൻ അങ്ങനെ ഭയങ്കര കറുമുറാന്ന് വറുത്തൊന്നും എടുക്കുമല്ലോ കേട്ടോ. ഇതെന്താണ് ഇതിൻ്റെ ഇടയ്ക്ക് ഏത്തപ്പഴമൊക്കെ വയ്ക്കുന്നത് പോട്ടെ. അപ്പോൾ നമ്മൾ ചിക്കനാണെങ്കിൽ അങ്ങനെ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടും ഒക്കെ എടുക്കുകയാണ്. അല്ലാതെ ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. 2 ട്രിപ്പായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് കേട്ടോ. ഇപ്പുറത്ത് നമ്മുടെ ഉള്ളിയും അതെല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. എനിക്ക് പൊതുവെ അങ്ങനെ മസാല നല്ല മഞ്ഞ കളറിലൊക്കെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ബിരിയാണി എന്ന് പറയുമ്പോൾ ഈ മുളക് പൊടി ചേർക്കുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ വറക്കാനുള്ളതിനകത്തിലും കുറച്ച് മുളക് പൊടിയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ആ ഒതൻറ്റിക് കളർ കിട്ടണം എന്നുള്ള എൻ്റെ വാശിയുണ്ട്. അങ്ങനെ നമ്മൾ പാറുവിന് ബർത്ത്ഡേ കാര്യയെ കുഴക്കട്ട കൊടുത്ത് എത്തിയിട്ടുണ്ട്. പൊതുവേ അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കുന്നില്ല. ഉച്ചയ്ക്ക് സ്കൂളിൽ ബിരിയാണി ഉണ്ടാവും, ഇലയിൽ പിള്ളേർക്കൊക്കെ കൊടുക്കുക എന്നുള്ള ഇതിലാണ്. എന്തിനോ ഒന്ന് രാവിലെ എന്നോട് ചെറുതായിട്ടൊരു പിണക്കത്തിലാണ്, പക്ഷെ അങ്ങനെ വലിയ പിണക്കമൊന്നും കാണിച്ചില്ല. അങ്ങനെ നമുക്ക് ചിക്കനൊക്കെ 2 ട്രിപ്പായിട്ട് ഞാൻ വറുത്തെടുത്തിട്ട് നമ്മുടെ മസാലയ്ക്കകത്തോട്ട് തട്ടി കൊടുക്കാം കേട്ടോ. ഞാൻ ഇത്തിരി 1/2 ഗ്ലാസ് എന്തോ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ചെറുതായിട്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. തൈര് സത്യം പറഞ്ഞാൽ മസാലയ്ക്കകത്ത് ഇടേണ്ടതാണ്. ഞാനത് മറന്നു പോയിട്ടാണ് ചിക്കൻ അങ്ങോട്ട് നീക്കിയിട്ട് അതിനകത്തോട്ട് ഇടുന്നത്. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അങ്ങനെ ആദ്യം ചോറ് ഞാൻ വലിയ ഗമ്മയിൽ കുറച്ചിങ്ങനെ സ്പൂൺ കൊണ്ടൊക്കെ ഇടാൻ നോക്കിയപ്പോൾ നടക്കുന്നില്ല. അത്ര ഇട്ട് വരാൻ താമസമാണ്. അപ്പോൾ ഞാൻ പിന്നെ അതെല്ലാം കൂടെ തട്ടി എൻ്റെ മണ്ടയിലങ്ങ് ഇട്ട് എന്നിട്ട് പിന്നെ അത് നുടച്ചെടുത്തിട്ട് അതിൻ്റെ മണ്ടക്കൂടെ നമ്മുടെ മല്ലിയിലയും വണ്ടിപ്പരിപ്പും കിസ്മിസും ഉള്ളി വറുത്തതും ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഗരം മസാല തൂവി കൊടുത്ത് അപ്പോൾ അങ്ങനെ നമ്മുടെ ബിരിയാണി സെറ്റ്. പിന്നെ ഇലയിലൊന്നും വിളമ്പുന്ന ഞാൻ കാണിക്കാൻ നിന്നില്ല, അതൊക്കെ എടുക്കാൻ നിന്നാൽ ഭയങ്കര താമസിക്കും. പാറുവാണെങ്കിൽ 9:45 പറഞ്ഞുകൊണ്ട് എന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ ഗേറ്റ് തുറക്കാൻ വേണ്ടി പോയി നിൽക്കുക കേട്ടോ. അങ്ങനെ പാറുവിനെ അമ്പലത്തിലൊക്കെ കൊണ്ടുവിട്ട് അവരെ ഞാൻ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് പച്ചക്കറി കട കയറി അവൾക്ക് സ്കൂളിലേക്കുള്ള പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ശിവൻ്റെ അമ്പലത്തിലൊക്കെ പോകാനുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി നടന്ന് തൊഴുത് അങ്ങനെ പ്രസാദമൊക്കെ എനിക്ക് കിട്ടി കേട്ടോ.
പഴവും അവലും ഒക്കെ എനിക്ക് കിട്ടി. അതൊക്കെ ആയിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്നിട്ട് പിന്നെ ചേട്ടനുള്ള ചിക്കൻ കറിയും ചോറും ഒക്കെ പിന്നെ വേണം ഞാൻ വെച്ചത് കേട്ടോ. ചേട്ടൻ അങ്ങനെ എന്ത് വെച്ചാലും ചേട്ടൻ ഇവിടെ ചിക്കൻ കറിയും ചോറും അല്ല ചിക്കൻ കറിയും നല്ല ചോറും കറിയും വേണം. ബിരിയാണി ഒന്നും അങ്ങനെ ഇത്തിരിയൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പോൾ പിള്ളേർക്കെന്ന് പറഞ്ഞാൽ അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വേണമെങ്കിലും കഴിച്ചോളൂ. അത് ഞാൻ ഇത്തിരി വെച്ചിട്ടുണ്ട്. രാവിലെ കാശി ഞാൻ എണീറ്റ് പോകുമ്പോൾ ഉറങ്ങണം. അവൻ എണീറ്റ് പൂട്ടിയിട്ടാണ് ഞാൻ പോയത്. തിരിച്ച് വന്നപ്പോഴവൻ പല്ല് വെച്ചിട്ട് തന്നെ ബിരിയാണിയിൽ തുടങ്ങിയിട്ടുണ്ട്. ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഡേ ബിരിയാണിയിലാണ്. അപ്പം ബിരിയാണി ഇടയ്ക്ക് എല്ലാം കുറച്ചൊക്കെ വിളമ്പി അവൻ കഴിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഒന്ന് ഇളക്കി നോക്കിയുണ്ട്. എനിക്ക് ബിരിയാണിയുടെ അങ്ങനത്തെ ചെമ്പില്ല കേട്ടോ. അതുകൊണ്ട് ഉരുളി പോലത്തെ ഒരു പാത്രത്തിലാണ് വെച്ചത്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതെല്ലാം മിക്സ് ആവും. പക്ഷേ അടിയിലാണ് മസാല എന്നുള്ളത് നമുക്കിങ്ങനെ ഇങ്ങനെ കോരി എടുക്കാം. പക്ഷേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ഇച്ചിരി മെനക്കെട്ടാലും എനിക്ക് ഇഷ്ടപ്പെട്ട പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ആ ചേട്ടൻ കഴിച്ചേട്ടോ. അപ്പോൾ അങ്ങനെ പാറുവിൻ്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്തു. നമ്മുടെ മക്കളൊരു ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബർത്ത്ഡേ കാര്യം സ്കൂളിൽ നിന്നൊക്കെ വന്ന് താത്ത് വെക്കുന്നത് താത്ത് വെച്ചാൽ മതി. ഡയറി മിൽക്ക് ഉണ്ട്, 5 സ്റ്റാർ ഉണ്ട്, ജെംസ് ഉണ്ട്. പക്ഷെ ഡയറി മിൽക്ക് നമ്മൾ ഫ്രിഡ്ജ് വെച്ചാൽ മതി. 5 സ്റ്റാറും ജെംസിന്റെ ഫേവറേറ്റ് മുട്ടായ. ഡയറി മിൽക്ക് അത്രയ്ക്കൊന്നുമില്ല. 2 കോളം ഒഴിഞ്ഞിട്ടാണല്ലോ നടക്കുന്നത്. അത് നമ്മൾ കഴിച്ചു. നമ്മളിങ്ങനെ നേരത്തെ പൊട്ടിച്ചതാട്ടോ. ഇത് ചുമ്മാ നിങ്ങളെ പറ്റിക്കുകയാണ്. ഇപ്പൊ സുജിത്തമാവൻ കൊടുത്ത ഗിഫ്റ്റാണ് ഇത്. പാറുവിന് ഇനി ആ മുട്ടായി പൊട്ടിച്ച് തിന്നുന്ന വീഡിയോ എടുക്കണം. അതിനങ്ങനെ വെക്കുന്നു. ഇത് വെളിച്ചത്തിൽ വെച്ചിട്ട് ഇരുത്തി വെക്കണം. ഞാൻ കാണിച്ചു തരാം. കാണിക്കാം, അടുത്ത് കാണിക്കാം. കണ്ടാ ഹാപ്പി ബർത്ത്ഡേ കാണിച്ചില്ല. കണ്ടാ പോയി കണ്ടാ. തുളുകാച്ചി എന്ന എന്റെ ഗിഫ്റ്റ് ഞാൻ അത് എടുത്തു കാണിച്ചു തരാം. പാറുവിന്റെ ബർത്ത്ഡേക്ക് ഫ്രണ്ട്സ് കൊടുത്ത ഗിഫ്റ്റിന്റെ അൺബോക്സിംഗ് ആണ് കേട്ടോ. അൺബോക്സ് ചെയ്തൊക്കെ വെച്ചേക്കോ സ്കൂളിൽ നിന്ന് തന്നെ. എങ്കിലും നമ്മൾ ഇവിടെ വന്നിട്ട് വീണ്ടും ഒന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടി. പാച്ച്, കട്ടർ, 2 പെൻസിൽ വരുന്നുണ്ട്. ബാർബിയുടെ ഒരു വാച്ച്, ഒരു പൗച്ച്, ഒരു മറ്റേ പെൻസില് കുറെ വെക്കുന്ന ഇത്, പിന്നെ കട്ടർ, ഇത് പിന്നെ ഇറേസർ. അതിനകത്ത് ഇത് വായവ തന്നെയാ. നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അതിനകത്ത് വയറൊക്കെ വരും. വയറ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു ബോൾ വരുന്നുണ്ട്. അത് നമുക്ക് പിന്നെ കത്തിച്ച് കാണിക്കാം. പിന്നെ എനിക്ക് അവന്തിക തന്ന ഗിഫ്റ്റ് എന്റെ ആഗ്രഹം. എന്റെ സ്മൈലി പിന്നെ ലവ് അവള് സ്കൂളിൽ ഇരുന്ന് ഉണ്ടാക്കിയതാ. എന്നിട്ട് ഒരു പേന വരുന്നുണ്ട്. പേന പിന്നീട് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അനുസ്മൃതി എഴുതിയിരിക്കുന്നത്. എല്ലാവരും ഗിഫ്റ്റ് തന്നിട്ട് താങ്ക് യു. നല്ല വെളിച്ചമുണ്ട്. എടുക്കുമ്പോഴും കളർ എത്തുന്നു. അതിന്റെ ഉള്ളു കണ്ടോ? തുറക്കും.
പിന്നെ വൈകിട്ടാണ് വൈകിട്ടല്ല സന്ധ്യയായി കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പം നമ്മുടെ പാറുവിൻ്റെ കേക്കൊക്കെ അങ്ങനെ ചേട്ടൻ ഓർഡർ ചെയ്ത് വീട്ടിൽ കൊണ്ടു തന്നിട്ടുണ്ട്. ഞങ്ങളെയും പെങ്ങളോടാണ് കേക്ക് കട്ട് ചെയ്യാനൊക്കെ നിന്നത്. ഞാനങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ നിന്നില്ല, വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ നിന്ന് കേട്ടോ. പിന്നെ പാറു ഭയങ്കര ഹാപ്പിയാണ്. പാറുവിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്, പാറു തന്നെ സെലക്ട് ചെയ്ത ഡ്രസ്സും കേക്കൊക്കെ ഭയങ്കര ഇഷ്ടം. മോനെ പൊളി എന്നൊക്കെ പറഞ്ഞാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആങ്ങളെയും പെങ്ങളും കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുക്കുന്നുണ്ട്. ബർത്ത്ഡേ ആകുമ്പോൾ ഒരു കേക്ക് മുറിക്കണം എന്നുള്ളത് മാത്രമേ കേട്ടോ. പാറുവിൻ്റെ ഭയങ്കര ആഗ്രഹങ്ങൾ അങ്ങനെ വലുതായിട്ടില്ല. ഈ പ്രാവശ്യമാണ് ബിരിയാണി വെച്ച് തരണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവൾ തന്നെയാണ് ഈ പ്രാവശ്യം പോയപ്പോൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത്. സാധാരണ കാശിയാണ് എല്ലാ പ്രാവശ്യവും ഒക്കെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ബൈ.